അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ട്രാവലിംഗ് ടെക്കിയുടെ കുംഭകോണം ട്രാവൽ സീരീസിലെ അവസാന എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മാർച്ച് 2-ാം തീയതി ഞായറാഴ്ച രാവിലെ 6:30 മണിയാവുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു കുംഭകോണത്തിലെ കുറച്ചധികം ഫേമസ് ടെമ്പിൾസ് കാണാനായിട്ടാണ് ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ ശ്രമിക്കുന്നത്. കുറച്ചധികം ടെമ്പിൾസ് കാണണം, ഇവിടുത്തെ ഫേമസ് ഫുഡ് സ്പോട്ടുകൾ, പിന്നീട് ഫേമസ് ആയിട്ടുള്ള കുംഭകോണം ഡിഗ്രി കോഫി, ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്യണം. ഇവിടുത്തെ മാർക്കറ്റ്, മെയിൻ റോഡ്, ഷോപ്പിംഗ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്ന് രാവിലെ ആക്ച്വലി പോകാൻ പോകുന്നത് ഞാൻ ധാരസുരം എന്ന് പറയുന്ന ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്തടുത്തുള്ള ഒരു ഐരാവതേശ്വര ടെമ്പിളിലേക്കാണ്. അതും ഏകദേശം ഒരു 10-11-ാം നൂറ്റാണ്ടിൽ ചോളന്മാർ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ശിവന്റെ ടെമ്പിളാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലൊക്കെ ഇടം നേടിയിട്ടുള്ള ടെമ്പിളാണ്. അപ്പോൾ രാവിലെ അങ്ങോട്ട് പോയി അവിടുത്തെ കുറച്ച് കാഴ്ചകളും പിന്നീട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുംഭകോണത്തിലെ മെയിൻ കുറച്ച് ടെമ്പിൾസും ഒക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും കുംഭകോണം ട്രാവൽ സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ സമയം രാവിലെ ഒരു 7 മണിയാവുന്നു. ഞാൻ ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് നേരെ ധാരാസുരം ഐരാവതേശ്വര ടെമ്പിളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ കുംഭകോണമൊക്കെ ഉണർന്ന് വരുന്നതേ ഉള്ളൂ. ബസ്സുകളൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രാവിലെ പിന്നെ പെട്ടെന്നൊരു ഓട്ടോറിക്ഷ പിടിച്ചങ്ങ് പോവാം. അങ്ങനെ ഞാൻ എൻ്റെ ഓട്ടോറിക്ഷ പിടിച്ചെടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷയിൽ കയറി ഒരു 100 രൂപയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഐരാവതേശ്വര ടെമ്പിളിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് പോയിട്ട് അകത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണണം. രാവിലെ എന്തായാലും സൺ അങ്ങോട്ട് ഇറങ്ങി വരുന്നതേ ഉള്ളൂ കേട്ടോ. കണ്ടല്ലേ, അപ്പോൾ ഇതാണ് ഒരു ടെമ്പിളിൻ്റെ ഗ്രൗണ്ടും ഒക്കെ. അപ്പോൾ രാവിലെ ഇതേ ഇങ്ങനെ സൺറൈസൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്ന സമയമാണ്. ഇവിടെ എന്തോ കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതേ അമ്പലത്തിൻ്റെ കോമ്പൗണ്ട് കണ്ടു അതിന് മുകളിൽ ഒരു ഗോപുരവും കാര്യങ്ങളൊക്കെ കാണാം. നല്ല അടിപൊളി അമ്പലമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് നടന്ന് പോട്ടെ. ആ ഒരു സൈഡിലാണ് എൻട്രൻസ് എന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് ഇതുവഴി തന്നെ അങ്ങോട്ട് കയറിയിട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാണ് ഐരാവതേശ്വര ടെമ്പിളിൻ്റെ ഈ ഒരു ഫ്രണ്ട് എൻട്രൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് മ്യൂസിക്കൽ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇത് കണ്ടില്ലേ, ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലത്തെ ആദ്യത്തെ ഒരു വ്യൂ. ഇവിടെ അമ്പലം തുറന്നിട്ടില്ല കേട്ടോ. സമയം 7 മണിയാവുന്നു. 7-8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് അമ്പലം തുറക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. ഈ ഒരു സൈഡിലോട്ട് ഇതേ കണ്ടില്ലേ, അവിടെ ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും ചോള രാജാക്കന്മാർ 11-12-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ടെമ്പിളാണ്. ഇത് എന്താ പറയുക, നമ്മുടെ കുംഭകോണത്ത് നിന്ന് ഒരു 4 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് കേട്ടോ ഈ ഒരു ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള നല്ല കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കിട്ടിലൻ ടെമ്പിളാണ്. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു ഗോപുരമാണ് കണ്ടല്ലേ, അത് കുറേയൊക്കെ തകർന്ന് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു സൈഡിലൊന്നും പണി പൂർത്തിയാവാത്ത കണക്ക്. അപ്പോൾ അവിടെ നിന്നിട്ടാണ് നമുക്ക് കണ്ടില്ലേ ഈ വ്യൂവും കാര്യങ്ങളൊക്കെ. നല്ലൊരു പാർക്കും കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്തിട്ടുണ്ട്. അവിടെ നോക്കുമ്പോഴേക്കും ഈ അമ്പലത്തിൻ്റെ ഒരു വലിയ വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അങ്ങ് ദൂരെയായിട്ട്. അടിപൊളി. അപ്പോൾ ഇവിടെ രാവിലെ ആക്ച്വലി വാക്കിങ്ങിനൊക്കെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. അത് സൂപ്പർ, കൊള്ളാം, ഒരു രസമൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ വാക്കിങ്ങിനായിട്ട് തേരാപ്പാര ഇതിവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഐരാവതേശ്വര ടെമ്പിളിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. രാജരാജ ചോളനാണ് 1143-നും 1173-നും ഇടയ്ക്ക് ധാരാസുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഒരു ടെമ്പിള് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് വരും കേട്ടോ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം നേടിയിട്ടുള്ള ഒരു ടെമ്പിളാണ്. അമ്പലം തുറന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ എങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു നന്ദിയുടെ വിഗ്രഹവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ചെറിയൊരു നന്ദിയാണ്. ഇതൊരു ശിവക്ഷേത്രമാണ് അഗൈൻ. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ആരും ഇല്ല കേട്ടോ, വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അമ്പലം പൂട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ രാവിലെ വന്നതായിരുന്നു, കണ്ടില്ലേ. അപ്പോൾ അമ്പലം ജസ്റ്റ് ഒരു ചേട്ടൻ വന്ന് തുറന്നു. അപ്പം പൂജാരിയൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സമയമാകുമെന്നാണ് പറഞ്ഞത്. അപ്പം അമ്പലത്തിനകത്തേക്ക് കയറുമ്പോൾ ഉള്ളൊരു കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ. നല്ല കിട്ടിലിനായിട്ട് കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ വേറൊരു ചേട്ടനും ചേച്ചിയും കൂടി ഞാൻ കണ്ടു കേട്ടത്. ഇവർ രണ്ടുപേരും ചെന്നൈയിൽ നിന്ന് വന്നതാണ് ആക്ച്വലി. അപ്പോൾ ഇവരും ഞാനും മാത്രമേ ഇപ്പോൾ ഈ കറണ്ടിൽ ഈ ഒരു അമ്പലത്തിലുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ വന്നതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ കാണാനായിട്ട് പറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ ഐരാവതേശ്വര ടെമ്പിൾ. സൂപ്പർ അല്ലേ. അപ്പോൾ ഈ അമ്പലത്തിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് ഈ ഒരു ചാരിയോട്ടാണ്. ആക്ച്വലി രഥം, ഈ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് അധിക സ്ഥലങ്ങളിലൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. ഈ ഒരു എന്താ പറയുക, രഥത്തിൻ്റെ ഇതിലുള്ള ഒരു സംഭവം. അപ്പോൾ ആ ഒരു രഥത്തിൻ്റെ ചക്രവും കുതിരയും ഒക്കെ ഉള്ള ഒരു കോൺസെപ്റ്റിലാണ് ഈ ഒരു അമ്പലത്തെ അങ്ങനെ വലിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ളൊരു ഇത് വരുന്നത്.
അപ്പം തന്നെ വേറെ ആരും വന്നിട്ടില്ല, ഞാനും മറ്റേ ചേട്ടനും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ അമ്പലത്തിന് ചുറ്റും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടുന്ന് ഒരു രക്ഷയില്ലേ, അടിപൊളി കണ്ടില്ലേ, ഭയങ്കര അമ്പലമാണ് കേട്ടോ. അയ്യോ, ഓ ആയി പോയി. ഓക്കെ, നല്ല ചുറ്റുമതിലൊക്കെ പണിഞ്ഞിട്ട് നല്ല കിട്ടലിനാക്കിയിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ളൊരു കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഗോപുരത്തിൻ്റെ ഏറ്റവും വലിയ വിമാനം എന്നാണ് ആക്ച്വലി ഈ ഒരു ഗോപുരത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നിന്നുള്ള കാഴ്ച നല്ല സൈസുള്ളൊരു അമ്പലമാണ് കേട്ടോ. അയ്യോ, ആരുമില്ല, ഭയങ്കര പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹളമോ ഒന്നും ഇല്ലാണ്ട് ഞാൻ മാത്രം. അയ്യോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഞാനങ്ങനെ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോവാണ് കേട്ടോ. വേറെ ആരുമില്ല, രാവിലെ വന്നു കഴിഞ്ഞാൽ തിരക്കൊന്നും ഇല്ലാണ്ട് നല്ലപോലെ നമുക്ക് തൊഴുത് പ്രാർത്ഥിക്കാനൊക്കെ പറ്റും. പിന്നെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാം. അപ്പോൾ ഐരാവതേശ്വര ടെമ്പിളിൻ്റെ ഈ സൈഡിൽ നിന്നുള്ളൊരു കാഴ്ച ഇങ്ങനെയാണ്. സണ്ണൊക്കെ ഉദിച്ച് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. സമയം ഇപ്പോൾ രാവിലെ 7:30 മണിയാവുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു അമ്പലത്തിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള നല്ലൊരു അമ്പലമാണ്. എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ എന്താ ഇവിടെ ഒരു കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര പീസ് ഓഫ് മൈൻഡ് ഉണ്ട് കേട്ടോ. കാരണം തിരക്കൊന്നുമില്ല, ബഹളമൊന്നുമില്ല. മെയിനായിട്ട് തമിഴ്നാട്ടിലെ ബസ്സുകളുടെ ഹോണടിയില്ല. കണ്ടില്ലേ? അതുപോലെ തന്നെ ഈ ഒരു താഴെയൊക്കെ കണ്ടില്ലേ, ഓരോരോ പഴയ കാലത്തിലെ കുറേ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ആ താഴെ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് നല്ലപോലെ കാണാനായിട്ട് പറ്റും. അതുപോലെ അത് ഈ ഒരു അമ്പലത്തിൻ്റെയും ഈ ഒരു സൈഡിൽ കണ്ടില്ലേ താഴെ ഓരോരോ കൊത്തുപണികൾ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു ഏരിയയിലുള്ള ഈ ഒരു കൽത്തൂണുകളൊക്കെ ഭയങ്കര ഡിസൈനാണ് കേട്ടോ. എന്ന് വെച്ചാൽ പണ്ടത്തെ ആ ഒരു ഭയങ്കര ഡീറ്റെയിലാണ്. അത് ഈ ഒരു ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര ഡീറ്റെയിൽഡായിട്ടാണ് അവർ ആ ഒരു കൊത്തുപണികളൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ചെയ്തിട്ടെടുത്തത് കേട്ടോ. പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആണ്. ഓക്കെ, ഒരു രക്ഷയില്ല, അടിപൊളി. ഓക്കെ, ഇവർക്ക് ഇങ്ങനെ നടന്നു പോകാനായിട്ടൊക്കെ നല്ല രസമാണ്. അപ്പോൾ അമ്പലം ഇപ്പം ജസ്റ്റ് തുറന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ദേ ഇങ്ങനെ ഇതിനകത്തോടെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെയും ഇതേ ഒരു നന്ദിയുടെ പ്രതിമ വെച്ചിട്ടുണ്ട്. പുറത്ത് നമുക്കൊരു നന്ദിയുടെ പ്രതിമ കാണാനായിട്ട് പറ്റുമേ. അപ്പോൾ ഐരാവതേശ്വര ടെമ്പിളിലെ കാഴ്ചകളൊക്കെ എത്രയാണ്. അപ്പോൾ കുറച്ചധികം സമയം നമ്മളെന്തായാലും ടെമ്പിളിൽ നിന്നു കേട്ടോ. ഇനിയിപ്പം നേരെ പുറത്ത് പോകണം. എന്നിട്ട് ഇനി കുംഭകോണത്തുള്ള ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. 1-2 ടെമ്പിളിലൂടെയൊക്കെ പോകണം. വൈകുന്നേരത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണണം. അപ്പോൾ എന്തായാലും ഞാൻ കുറിച്ചില്ല കേട്ടോ. അപ്പോൾ കുംഭകോണത്തിലൂടെയുള്ള നമ്മുടെ യാത്ര ദൈവങ്ങൾ തുറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ട്രീറ്റിലൂടെ ദൈവങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അങ്ങ് ദൂരെ ആ കാണുന്ന മണ്ഡപം എന്ന് പറയുന്നത് ശ്രീ നാഗരാജസ്വാമി ടെമ്പിളാണ് കേട്ടോ. ഇത് എൻ്റെ ഹോട്ടലിൽ നിന്ന് വളരെ കുറച്ചടുത്തേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ആക്ച്വലി പോകുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള കുംഭകോണം ഡിഗ്രി കോഫി കുടിക്കാനാണ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കൊണ്ട് ഈ ഒരു സണ്ണും ഈ ഒരു ടെമ്പിളിൻ്റെ ഗോപുരം കൂടെയൊക്കെ ഇങ്ങനെ ഒരു മാച്ചിങ് ഇതിൽ വന്നപ്പോഴത്തേക്ക് ഇതേ കണ്ടില്ലേ. അപ്പോൾ അതെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു സൈഡിലൂടെ ഇങ്ങനെ നടന്നു വന്നതാണ്. അപ്പോൾ ഇതുവഴി നടന്ന് പോയിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയിട്ട് നമുക്ക് ആ ഒരു ഫേമസ് ആയിട്ടുള്ള ഡിഗ്രി കോഫി കുടിക്കണം. അതൊക്കെയാണ് പരിപാടി. അപ്പോൾ എങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു നാഗരാജസ്വാമി ടെമ്പിളിൻ്റെ ഗോപുരം ആണ് നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, അതും അത്യാവശ്യം വലിയൊരു ഗോപുരമാണ് കേട്ടോ. ആസ് യൂഷ്വൽ കുറേയധികം കൊത്തുപണിയും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. വേണ്ട സൺസെറ്റ് ആയതുകൊണ്ട് അകത്ത് കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും. എന്തായാലും നോക്കട്ടെ. അപ്പോൾ നാഗരാജസ്വാമി ടെമ്പിളിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഒരു മെയിൻ റോഡിലേക്ക് കയറുകയാണ്. അപ്പോൾ ആ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു റോഡെന്ന് പറയുന്നത് അണ്ണാനഗർ എന്ന് പറയുന്ന ഒരു ഏരിയയാണ് കുംഭകോണത്തിലെ. അപ്പോൾ ആ കുംഭകോണത്തിലൊരു മെയിൻ റോഡെന്നൊക്കെ പറയാം. ഈ റോഡിൻ്റെ 2 സൈഡിലോട്ട് ഇഷ്ടംപോലെ ടെമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേയധികം ഹോട്ടൽസ്, മെയിനായിട്ടുള്ള ഷോപ്പിംഗ് സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്.
യൂഷ്വലി ടിപ്പിക്കലായിട്ട് എന്താ പറയുക ഒരു ഹാപ്പനിങ് ഏരിയ കണക്കുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ അണ്ണാനഗറും. ഈ ഒരു ഹോട്ടൽ ഡയമണ്ട് ഒക്കെ പറയുന്ന സംഭവം അതൊക്കെ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് കുംഭകോണത്തിലെ മെയിൻ ഒരു സ്ട്രീറ്റ് എന്നറിയപ്പെടുന്നത്. ഒരുപാട് ആൾക്കാരൊക്കെ വൈകുന്നേരങ്ങളിൽ ഷോപ്പിങ്ങിനും മറ്റുമൊക്കെ ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. ഇതേ കണ്ടില്ലേ കണ്ടോ, ജോസ് ആലുക്കാസ്, ജോയി ആലുക്കാസ്, അനിയൻ ചേട്ടനും എല്ലാവരും ഉണ്ട്. ബേസിക്സ് അത്യാവശ്യം. ഇത് കണ്ടില്ലേ അടിപൊളി. സൺസെറ്റ് കൊള്ളാം. കണ്ടില്ലേ, ഇതാണ് മെയിൻ ഒരു റോഡ് കേട്ടോ. ഇവിടുത്തെ കുറച്ചധികം ഫേമസ് ഷോപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു റോഡിലുണ്ട് കേട്ടോ. രാംരാജിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുറച്ച് തിരക്ക് പിടിച്ച ഒരു സ്ട്രീറ്റാണ് ഈ ഒരു അണ്ണാനഗർ എന്നറിയപ്പെടുന്ന ഏരിയ. അപ്പോൾ ഇതിനടുത്താണ് ഞാനും ആക്ച്വലി റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റോഡിൻ്റെ സൈഡിലോട്ട് നമുക്ക് കുംഭകോണത്തിൽ ഒട്ടുമിക്ക ടെമ്പിളുകളും ഫേമസ് ഐറ്റംസും കാര്യങ്ങളും ഷോപ്പ്, ഹോട്ടൽസ്, ഐറ്റങ്ങളൊക്കെ ഉണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ നടക്കാനൊക്കെ പറ്റിയ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് ഒരു അമ്പലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, വായിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ടെമ്പിൾ, സോമേശ്വര ടെമ്പിൾ. അതെ, ഇതൊരു സോമേശ്വര ടെമ്പിളാണ് ആക്ച്വലി. ഈ ടെമ്പിളിൻ്റെ മതിൽക്കെട്ടും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അതുവഴി ഇങ്ങനെ വന്നിട്ട് നേരെ പോകുമ്പോഴത്തേക്ക് അങ്ങ് ദൂരെ കാണുന്ന ആ ഒരു ഗോപുരം എന്ന് പറയുന്നത് ആദി കുംഭേശ്വര ടെമ്പിൾ. അതിൻ്റെ ആ ഒരു ഗോപുരത്തിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബാക്കിൽ ആ ഒരു സൺസെറ്റ് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഫുൾ അമ്പലങ്ങളാണ്. ഏത് സൈഡിൽ നോക്കിക്കഴിഞ്ഞാലും ഇഷ്ടം പോലെ അമ്പലങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതേ അവിടെ കണ്ടില്ല, ആ ഒരു ഗോപുരവും സൺസെറ്റും കൂടെ അടിപൊളി വ്യൂ. അപ്പോൾ നടന്നാണ് നമ്മളൊരു സ്ട്രീറ്റിൽ വന്നിട്ടുണ്ട്. ദേ കണ്ടില്ലേ, അവിടെ ഒരു അമ്പലം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ദേ കണ്ടില്ലേ, അവിടെ ഒരു അമ്പലം. അതുപോലെ തന്നെ ഈ ഒരു സ്ട്രീറ്റിൻ്റെ ഈ ഒരു സൈഡിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഗോപുരങ്ങളാണ് കേട്ടോ. 2-3 ഗോപുരങ്ങൾ ഈ ഒരു സൈഡിലുണ്ട്. ഇവിടെയും 2-3 അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന മുരാരി സ്വീറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു കുംഭകോണത്തെ ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ടിപ്പിക്കലായിട്ട് 1-2 സ്വീറ്റ്സ് ഐറ്റംസ് ഇവരുടെ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വേണം പോകാനായിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയിട്ട് വരാം. അപ്പോൾ നമ്മളീ പോകുന്നത് ഒരു അമ്പലത്തിൻ്റെ അകത്തുകൂടെയാണ് കേട്ടോ. ഇത് ആദി കുംഭേശ്വര ടെമ്പിളിനകത്തേക്ക് പോകുന്ന വഴിയാണ്. ടെമ്പിളിൻ്റെ 2 സൈഡിലും ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ആ അമ്പലത്തിൻ്റെ ആ ഒരു കൽമണ്ഡപവും കാര്യങ്ങളൊക്കെ തന്നെയാണ് അത്. പക്ഷേ ഇതേ കണ്ടില്ലേ ഇവിടായി. അപ്പം ഇതുവഴി വന്നപ്പോഴേക്കാണ് നമ്മളിത് കണ്ടത് ഈ ഒരു സംഭവമാണ്. ശ്രീ മംഗളാംബിക വിലാസ് കോഫി ഹോട്ടൽ, 1914 സ്ഥലം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒറിജിനൽ ഡിഗ്രി കോഫി കിട്ടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും കയറിയിട്ടൊരു ഡിഗ്രി കോഫി കുടിച്ച് നോക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ ഇത് നമ്മുടെ ഫേമസ് ഡിഗ്രി കോഫി, കുംഭകോണം ഫേമസ് ഡിഗ്രി കോഫി. ഇതൊരു ബ്രാസ് പോട്ടിലാണ് നമുക്ക് ആക്ച്വലി തരുന്നത്. സാധാരണ നമുക്ക് കടയിലൊക്കെ സ്റ്റീലിലല്ലേ കിട്ടുന്നത്. ഇത് ചൂട് നിൽക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ബ്രാസിനകത്ത് മുകളിൽ പാലൊക്കെ നിൽക്കുന്നത് കാണാം. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള സംഭവമാണ്. ഇതെന്ന് വെച്ചാൽ കട്ടിപ്പാലാണിത്. കട്ടിപ്പാലും പിന്നെ കോഫി പൗഡറിലുള്ള എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ അത്യാവശ്യം കുറേയധികം ആൾക്കാരൊക്കെ ഇരുന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ, കോഫിയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതേ നമ്മുടെ ഡിഗ്രി കോഫി കുടിക്കട്ടെ. അപ്പോൾ ഡിഗ്രി കോഫിയൊക്കെ കുടിച്ചിട്ട് ഞാൻ ആ വഴി കൂടെ ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡിഗ്രി കോഫിക്ക് 45 രൂപയുണ്ട്. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആദി കുംഭേശ്വര ടെമ്പിളിൻ്റെ അങ്ങോട്ടേക്കാണ്. അപ്പോൾ ഇവിടെ 2 സൈഡിലും ഇഷ്ടം പോലെ കടകളുണ്ട് കേട്ടോ. മൊത്തം ഷോപ്പിംഗ് സെൻറ്ററുകളും കാര്യങ്ങളൊക്കെയാണ്. പണ്ട് ഇതിങ്ങനെ ആയിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. എന്തായാലും കൊള്ളാം സംഭവം, ഒരു വൈബൊക്കെ ഉണ്ട്. നേരെ ചെല്ലുന്നത് ഈ ഒരു കുംഭകോണത്തെ അത്യാവശ്യം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ് ഈ ഒരു കുംഭേശ്വര ടെമ്പിൾ, ആദി കുംഭേശ്വര ടെമ്പിൾ. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമാണ് നമ്മൾ നേരത്തെ പണി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കണ്ടത്. അപ്പോൾ എന്തായാലും ആ ടെമ്പിളിൻ്റെ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഈ ആദി കുംഭേശ്വര ടെമ്പിൾ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ആനയെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതങ്ങനെ നിന്നിട്ട് ദക്ഷിണയൊക്കെ മേടിച്ചിട്ട് അനുഗ്രഹമൊക്കെ കൊടുക്കുന്ന കണക്കുള്ള ഒരു ആനയാണ് കേട്ടോ. ഇതേ കണ്ടില്ലേ. അപ്പോൾ അകത്തോട്ടാണ് ടെമ്പിളിൻ്റെ സംഭവങ്ങളൊക്കെ പോകുന്നത്. ആന ഭയങ്കര ഹാപ്പിയായിട്ട് നിൽക്കുകയാണല്ലോ. കൊള്ളാമല്ലോ, കണ്ട ഡാൻസൊക്കെ കളിച്ചിങ്ങനെ ആടി നിൽക്കുകയാണ് ആൾ. ഭയങ്കര ഹാപ്പി. അപ്പോൾ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എന്തായാലും ടെമ്പിളിൽ. ഇതേ ഇവിടെ നിന്നുള്ളൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഈ ആന കണ്ടില്ലേ, ഇവിടെ അങ്ങനെ ദക്ഷിണ മേടിച്ചിട്ട് നമ്മളെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യും. നല്ല രസമുണ്ട് കേട്ടോ, ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. ആരെങ്കിലും കൊടുക്കുന്നോന്ന് നോക്കട്ടെ, കൊടുത്തു കഴിയുമ്പോൾ നമുക്കറിയാമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഏരിയ മഹാമഹം എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. മഹാമഹം ടാങ്കാണ് നിങ്ങളിത് ഇവിടെ കാണുന്നത്. ടാങ്ക് എന്ന് പറയുന്നത് ഇതൊരു കുളം കണക്കൊരു സംഭവമാണ്. അപ്പോൾ ഇതിന് ചുറ്റിനും അത്യാവശ്യം ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ശിവൻ്റെ ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ ഇത് ഈ ഒരു മഹാമഹം ഏരിയയിൽ ആക്ച്വലി ഈ ഒരു കുംഭകോണം ഏരിയയിലുള്ള 12 ശിവൻ്റെ അമ്പലങ്ങൾ ചേരുന്ന ഒരു ഉത്സവം 12 വർഷങ്ങൾ തോറും നടത്താറുണ്ട്. അത് ആക്ച്വലി ഈ ഒരു മഹാമഹം മേള അല്ലെങ്കിൽ മഹാമഹം കുംഭ് എന്നാണ് അത് ആക്ച്വലി അറിയുന്നത്. അത് നടത്തുന്ന ഒരു ഏരിയയാണ് ഈ സംഭവം. ഈ ഒരു ശിവൻ്റെ അമ്പലവുമായിട്ട് ചേർന്നിട്ടാണ് ആ ഒരു കുംഭ് 12 വർഷത്തിൽ. അപ്പോൾ അടുത്തത് എനിക്ക് തോന്നുന്നു 2028 മറ്റോ അങ്ങോട്ടാണ്, മാർച്ച് മാസത്തിലാണ് ആ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഭയങ്കര തിരക്കൊക്കെ ഉള്ളൊരു ഏരിയയാണ്. കുറേ ഷോപ്പിംഗ്, സ്ട്രീറ്റ് ഫുഡ്, അതുപോലെ ഈ സ്ട്രീറ്റിലുള്ള കുഞ്ഞു കുഞ്ഞു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡിൽ അങ്ങനെ നിന്നിട്ട് ഇതെല്ലാം അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. കൊള്ളാം, അത്യാവശ്യം നല്ല ആൾക്കാരും തിരക്കൊക്കെ ഉള്ളൊരു ഏരിയ. കുംഭകോണത്തെ യാത്രാ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ട്രാവൽ സീരീസ് ഞാൻ എന്തായാലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ട്രാവലിംഗ് ടെക്കിയുടെ മറ്റൊരു യാത്രാ വിശേഷവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണും വരെ ബൈ ഫ്രം ട്രാവലിംഗ് ടെക്കി.